ഹലോ ഗായ്സ്, വെൽക്കം ടു മിഥുൻ കപ്പിൾസ് യൂട്യൂബ് ചാനൽ. വിളക്കെല്ലാം വെച്ച് നമ്മൾ വണ്ടിയെല്ലാം സ്റ്റാർട്ട് ചെയ്ത് എങ്ങോട്ടാണ് പോകുന്നത്? തൃക്കാക്കര അമ്പലത്തിലോട്ടാണ് പോകുന്നത്. ഇന്നലെ ധനുമാസ തിരുവാതിരയാണല്ലോ. തിരുവാതിര വ്രതമെന്നോ ആർദ്രവ്രതമെന്നോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് വിശേഷിപ്പിക്കാം. എത്ര വന്നാലും എത്ര മോഡേൺ വേൾഡ് വന്നാലും ഇതെല്ലാം ആചരിക്കുന്ന കുറേ പേരുണ്ട്. അതിലൊരാളാണ് ഞാനും. അപ്പോൾ ഞാനും ഇന്നലെ കൂവപ്പായസവും പുഴുക്കെല്ലാം കഴിച്ച് നമ്മുടെ വ്രതം ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ അമ്പലത്തിൽ പോകാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ വൈകുന്നേരമാണ് അമ്പലത്തിൽ പോകുന്നത്. അപ്പോൾ എന്തായാലും മഹാദേവൻ്റെ ക്ഷേത്രത്തിൽ പോകണമെന്ന് ഞാൻ ചെറുപ്പം മുതലേ കണ്ടിരുന്നതാണ്. അപ്പോൾ നമ്മളിന്ന് മഹാദേവൻ്റെ ക്ഷേത്രത്തിൽ പോകാൻ വേണ്ടിയിട്ടാണ് തൃക്കാക്കരയിൽ വന്ന്. അപ്പോൾ അതാ കുറേ പൈകിടാങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നു. അപ്പം മിക്കവാറും മഹാദേവൻ്റെ ക്ഷേത്രത്തിൽ പോകുമ്പോൾ നമ്മൾ കൂവളപ്പൂ മേടിക്കാറുണ്ട്. അപ്പോൾ കൂവളപ്പൂവും താമരപ്പൂവാണ് ഇവിടുത്തെ പ്രധാനം. അപ്പം നമ്മൾ അതെല്ലാം മേടിച്ച് നമ്മൾ അമ്പലത്തിലോട്ട് പോകുന്നു. ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. തിരുവാതിര എടുക്കുന്നവരും എടുക്കാത്തവരും എല്ലാവരും ഇന്ന് മഹാദേവനെ കാണാൻ വരുന്നതാണ് നമ്മുടെ വിശ്വാസം. അപ്പം നമ്മളെല്ലാവരും പോയി നമ്മൾ തൊഴുതതിന് ശേഷം നമ്മൾ പുറത്തേക്ക് വന്നു. അപ്പോൾ റൈറ്റ് സൈഡിൽ ദേവിയും ദുർഗയും, ലെഫ്റ്റ് സൈഡിൽ മുരുകനും ഗണപതിയുമാണ്. ഇപ്പം നമ്മൾ കാണുന്നത് മുരുകനെയും ഗണപതിനെയാണ്. അപ്പോൾ നമ്മളത് തൊഴുത് കഴിഞ്ഞ് നമ്മളങ്ങോട്ട് തിരിഞ്ഞതിന് ശേഷം നമ്മൾ ഇപ്പുറത്തിലോട്ട് പോവുകയാണ്. അതായത് തൃക്കാക്കരപ്പൻ എന്ന മഹാവിഷ്ണുവിൻ്റെ ക്ഷേത്രത്തിലോട്ടാണ് പോകുന്നത്. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ മഹാബലി ആസ്ഥാനം എന്ന് പറയുന്നത്. അതായത് വാമനൻ മഹാബലിനെ താഴ്ത്തിയ സ്ഥലം എന്നാണ് പറയപ്പെടുന്നത്. അതാണ് മഹാബലി ആസ്ഥാനം. എന്നിട്ട് നമ്മൾ ഇതിവിടെ പോകുമ്പോൾ ചുറ്റുവിളക്ക് കത്തിച്ചിട്ടുണ്ട്. സാധാരണ എനിക്ക് ചുറ്റുവിളക്ക് കത്തിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ ഉള്ളിലെല്ലാം തൊഴുത് നമ്മൾ പുറത്തേക്കോട്ട് വരികയാണ്. അപ്പോൾ ഈ ചുറ്റുവിളക്കൊക്കെ ഒന്ന് ഫോട്ടോസ് എടുക്കാമെന്ന് വിചാരിക്കുമ്പോൾ നമ്മൾ എവിടെയെങ്കിലും ഒരു തിരിയെങ്കിലും കത്തിക്കാൻ പറ്റുമോ എന്ന് ഞാൻ നോക്കിക്കൊണ്ടിരിക്കാറുണ്ട്. കാരണം എനിക്കിത് ഒരുപാട് ഇഷ്ടമാണ്. സാധാരണ ദീപാരാധനയ്ക്ക് മുമ്പേ എത്താറുണ്ട്, പക്ഷേ ഇന്ന് ഇത് അതിൽ കൂടുതൽ മുമ്പേ കത്തിച്ചു എന്ന് തോന്നുന്നു. അപ്പോൾ ഇതാ നമ്മൾ നോക്കിയപ്പോൾ ഒരു വിളക്ക് മാത്രം ഞാനിങ്ങനെ തിരഞ്ഞുകൊണ്ടിരിക്കുക. ഏതെങ്കിലും ഒരു വിളക്ക് ഉണ്ടാവണേശ്വര എന്ന് വിചാരിച്ച് നോക്കുമ്പോൾ ഒരൊറ്റ തിരി മാത്രം ആരും കത്തിക്കാണ്ടിരിക്കണം. രണ്ടുപേരും തിരച്ചിലാണ് കേട്ടോ. അപ്പോൾ ഒരു തിരി മാത്രം കത്തിക്കാണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അതും നമ്മൾ തപ്പിപ്പോയിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ നമ്മൾ ആ വിളക്ക് കത്തിക്കാനുള്ള കോല് തപ്പുമായിരുന്നു. അപ്പോൾ അതെല്ലാം നോക്കി. അപ്പോൾ എനിക്കത് കിട്ടി, രണ്ടും കിട്ടിയപ്പോൾ അതാ ഞാൻ ഞാൻ ഒരു വിളക്ക് എനിക്ക് വേണ്ടി കത്തിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന വിളക്ക് പോലെ എനിക്ക് തോന്നി. പക്ഷെ അങ്ങനെയൊന്നും ആയിരിക്കില്ല കേട്ടോ. അങ്ങനെ നോക്കി വിളക്കെല്ലാം കത്തിച്ചു. അപ്പോൾ ഇന്നലെ സൂപ്പർ മൂണും സൂപ്പർ സണ്ണും ഒക്കെ അല്ലായിരുന്നു. അതൊരു ഫോട്ടോസ് എടുത്തു. അപ്പോൾ കുറേ അയ്യപ്പന്മാർ പോകുന്നുണ്ടായിരുന്നു മലയ്ക്ക് കെട്ടി നിറച്ച്. അപ്പോൾ അവരിനെയൊക്കെ കണ്ട് നമ്മൾ നോക്കി നിന്നു. ഇതാണ് മഹാദേവിഷ്ണു ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ട് വ്യൂ. അപ്പോൾ നമ്മളിതാ പുറത്തോട്ട് വരികയാണ് ഗൈസ്. നമ്മൾ ഇന്നത്തെ രാത്രിത്തെ പഴവും കഴിച്ച് നമ്മളുടെ വ്രതം നാളെ രാവിലെ അവസാനിപ്പിക്കുന്നതായിരിക്കും. അപ്പോൾ അത് നമ്മൾ പുറത്തോട്ട് വന്നിരിക്കുന്നു. ഇനി കൂടുതൽ വീഡിയോസിന് വേണ്ടി ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അവർ വീഡിയോസ്. താങ്ക് യു ഫോർ വാച്ചിങ്.